എപ്സ്റ്റീൻ ഫയലുകളിലെ രണ്ടാം ഘട്ടം പുറത്തു വന്നു. ലക്ഷക്കണക്കിന് ഇമെയിലുകളും ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇക്കുറി പുറത്തു വന്നവയിലുള്ളത്. ഇത് പുറത്തു വന്നതോടെ യഥാർത്ഥ ചിത്രങ്ങളും വീഡിയോകളുമല്ല, കൃത്രിമ ചിത്രങ്ങളും AI ജനറേറ്റഡ് വീഡിയോകളും അപസർപ്പക കഥകളുമൊക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട വിവരങ്ങൾ തന്നെ പലതും ഫിൽറ്റർ ചെയ്തതാണ്. പല നിർണായക വിവരങ്ങളും വ്യക്തികളുടെ ചിത്രങ്ങളും മറച്ചുവെച്ചിട്ടുണ്ട്. എന്നാൽ എപ്സ്റ്റീനെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ ആരായിരുന്നു എപ്സ്റ്റീൻ എന്ന വിവരം ചർച്ചയാവാതിരിക്കുക, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിൽ തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിവരങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളുമുണ്ട് ഈ നുണപ്രചാരണങ്ങൾക്ക് പിന്നിൽ. മുൻപ് പുറത്തു വന്ന ഇമെയിലുകളിൽ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, വ്യവസായി അനിൽ അംബാനി എന്നീ ഇന്ത്യക്കാരുടെ പേരുകളുണ്ടായിരുന്നു. എങ്കിലും ഇക്കുറി വന്ന ഇമെയിലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശമാണ്. 30 ലക്ഷത്തോളം രേഖകളാണ് ഇക്കുറി അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. അത് മുഴുവനായി ഇനിയും പരിശോധിച്ചു കഴിഞ്ഞിട്ടില്ല. അനിൽ അംബാനി, ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി എപ്സ്റ്റീന് വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് ഇമെയിലുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എപ്സ്റ്റീൻ കണ്ടതിനോ സംസാരിച്ചതിനോ ഒന്നുമുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തുവന്ന രേഖകളിലില്ല. ഇതുവരെ പുറത്തുവന്ന രേഖകളിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിവരം നരേന്ദ്രമോദിയെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ പ്രസക്തമാണ് എപ്സ്റ്റീനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ഹർദീപ് സിംഗ് പുരി പിന്നീട് മോദി മന്ത്രിസഭയിൽ മന്ത്രിയായതും. ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്രജ്ഞനായ ഹർദീപ് സിംഗ് പുരി 2009 മുതൽ 2013 വരെ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു. 2014 വിരമിച്ച ശേഷം അദ്ദേഹം ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന തിങ്ക് ടാങ്കിലെ സീനിയർ അഡ്വൈസറായി. 2014 അദ്ദേഹം BJP-യിൽ ചേർന്നു. 2014 മുതലാണ് ഹർദീപ് സിംഗ് പുരിയും ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ഇമെയിൽ ആശയവിനിമയങ്ങൾ തുടങ്ങുന്നത്. എപ്സ്റ്റീൻ്റെ ഒരു ജീവനക്കാരിക്ക് ഇന്ത്യ സന്ദർശിക്കാൻ വിസ തരപ്പെടുത്തി കൊടുക്കുന്നത്ര അടുത്ത ബന്ധമായിരുന്നു അത് എന്ന് ഈ ഇമെയിൽ സന്ദേശങ്ങൾ തെളിയിക്കുന്നു. എപ്സ്റ്റീനുമായി സ്ഥിരം കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു പുരി എന്ന് ഇമെയിലുകളിലുണ്ട്. എപ്സ്റ്റീൻ്റെ സ്വകാര്യ ദ്വീപിനെ സംബന്ധിച്ചും അവിടെ എന്താണ് എപ്സ്റ്റീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചും ഹർദീപ് സിംഗ് പുരിക്ക് അറിയാമായിരുന്നു എന്ന് തോന്നും ഈ ഇമെയിലുകൾ കണ്ടാൽ. ൽ തുടങ്ങിയ പുരിയുടെ എപ്സ്റ്റീൻ ബന്ധം പിന്നീടുള്ള വർഷങ്ങളിലും തുടരുകയാണ്. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനും നോർവേയിലെ നയതന്ത്രജ്ഞനുമായ ടോർജെ റോഡ് ലാർസനുമായുള്ള സൗഹൃദം വഴിയാണ് എപ്സ്റ്റീൻ ഹർദീപ് സിംഗ് പുരിയിലേക്ക് എത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ. മൂവരും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങളും മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതുമൊക്കെ ഇമെയിലുകളിലുണ്ട്. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഒരു പാമ്പിനെയും ഇന്ത്യക്കാരനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം ഇന്ത്യക്കാരനെ കൊല്ലണമെന്ന് ഹർദീപ് സിംഗ് പുരിയെ ഉദ്ദേശിച്ച് എപ്സ്റ്റീനോട് തമാശ പറയുന്നുണ്ട് ലാർസൻ. എപ്സ്റ്റീൻ ആകട്ടെ ആ തമാശ ആസ്വദിക്കുകയും ചെയ്യുന്നു. ലിങ്ക്ഡിൻ സ്ഥാപകൻ റീഡ് ഹോഫ്മാനും എപ്സ്റ്റീനും ഹർദീപ് സിംഗ് പുരിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സംബന്ധിച്ചുമുണ്ട് ഇമെയിലുകൾ. 2017 അനിൽ അംബാനിയുമായുള്ള എപ്സ്റ്റീൻ്റെ ചങ്ങാത്തം തുടങ്ങുന്നതെന്ന് ഇമെയിലുകളിൽ നിന്ന് വ്യക്തമാണ്. അനിൽ അംബാനിയെ അറിയുമോ എന്ന് മറ്റുള്ളവരുടെ എപ്സ്റ്റീൻ ചോദിക്കുന്ന ഇമെയിലുകളുണ്ട്. അനിൽ അംബാനി സാമ്പത്തികമായി തിരിച്ചടി നേരിടുന്ന സമയമാണത്. റഫാൽ ഇടപാട് പുരോഗമിക്കുന്ന സമയം, മോദിയുമായി അംബാനിക്ക് അടുപ്പമുള്ള സമയം. നിരവധി സ്ട്രാറ്റജിസ്റ്റുകളുമായും ശതകോടീശ്വരന്മാരുമായും അനിൽ അംബാനിയെ എപ്സ്റ്റീൻ കണക്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് അധികാരമേറ്റ സമയമാണ് ഇത്. റിച്ചാർഡ് നിക്സൺ മുതൽ ബിൽ ക്ലിന്റൺ വരെയുള്ളവരുടെ ഉപദേശകനായിരുന്ന ഡേവിഡ് ഗർഗനുമായി അനിൽ അംബാനിയെ എപ്സ്റ്റീൻ പരിചയപ്പെടുത്തുന്നു. ഈ ആശയവിനിമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി നയതന്ത്രജ്ഞരും സ്ട്രാറ്റജിസ്റ്റുകളുമായൊക്കെ അനിൽ അംബാനി എപ്സ്റ്റീൻ വഴി ബന്ധം സ്ഥാപിക്കുന്നതാണ്. അനിൽ അംബാനിയുടെ കരിയറിലെ ഒരു വഴിത്തിരിവ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകം എപ്സ്റ്റീൻ്റെ ഇമെയിലിലുണ്ട്. ഒരുപക്ഷെ റഫാൽ ഇടപാട് വഴി പ്രതിരോധ കരാറുകളിലേക്കുള്ള അംബാനിയുടെ രംഗപ്രവേശമാകാം ഉദ്ദേശിക്കുന്നത്. ശതകോടീശ്വരന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ ഔപചാരികമായി പ്രതികരിക്കുന്ന അനിൽ പക്ഷേ ഡേവിഡ് ഗർഗനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ആശ്ചര്യഭരിതനാവുന്നുണ്ട്. പുറത്തുവന്ന ഇമെയിലുകളിൽ ശ്രദ്ധിക്കേണ്ട വ്യക്തി യഹൂദ് ബരാക്കാണ്. എപ്സ്റ്റീൻ്റെ ദ്വീപിലെ നിത്യസന്ദർശകനും എപ്സ്റ്റീൻ പെൺകുട്ടികളെ കാഴ്ചവെച്ചയാളുമാണ് യഹൂദ് ബരാക്ക്, ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി. എപ്സ്റ്റീനുമായി നിരവധി ബിസിനസ് ജിയോ പൊളിറ്റിക്കൽ ആശയവിനിമയങ്ങളും ഇരുവരും തമ്മിലുണ്ട്. ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ വ്യക്തികളെ പരാമർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് അമീർ, CEO, ജനീവയിലെ സ്ത്രീ എന്നൊക്കെയാണ് വ്യക്തികളെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ചിലയിടങ്ങളിൽ എന്നാൽ പേര് പറയുന്നുമുണ്ട്. അനിൽ അംബാനിയുമായി പാരീസിൽ യഹൂദ് ബരാക്കുമായി ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അനിൽ അംബാനിക്ക് അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസാ ഒലാൻഡുമായുള്ള കൂടിക്കാഴ്ച ഉള്ളതിനാൽ അത് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെയാണ് ഇന്ത്യ ഇസ്രായേൽ നയതന്ത്രത്തിൽ നിർണായക മാറ്റമുണ്ടാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2017 ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് എപ്സ്റ്റീൻ്റെ ഇമെയിൽ പരാമർശം ശ്രദ്ധേയമാകുന്നത്. ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് അനിൽ അംബാനിയുമായുള്ള എപ്സ്റ്റീൻ്റെ ആശയവിനിമയം തുടങ്ങുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ പ്രമുഖരുമായി അംബാനി എപ്സ്റ്റീൻ കണക്ട് ചെയ്യുന്നു.
അതുവരെ എപ്സ്റ്റീന് അംബാനിയെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും ഇമെയിലുകളിൽ നിന്ന് വ്യക്തമാണ്. എഴുത്തുകാരനായ ദീപക് ചോപ്രയോട് അംബാനിമാരെക്കുറിച്ച് എപ്സ്റ്റീൻ ചോദിക്കുന്നുണ്ട്. അവർ വൻ പൈസക്കാരാണെന്നും അവരുടെ വീടുമായി താരതമ്യം ചെയ്താൽ എപ്സ്റ്റീൻ്റേത് ഒരു ചേരി പോലെയാണെന്നുമൊക്കെ ദീപക് ചോപ്ര മറുപടി നൽകുന്നു. അനിൽ അംബാനി ആ ഘട്ടത്തിൽ പാപ്പരായി നിൽക്കുകയാണെന്ന വിവരം എപ്സ്റ്റീനില്ല. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ട്രംപ് ഭരണകൂടത്തോടുള്ള നിലപാടുകളും സമീപനങ്ങളും അനിൽ അംബാനി എപ്സ്റ്റീനെ ഇമെയിൽ വഴി ധരിപ്പിക്കുന്നുണ്ട്. അനിൽ അംബാനിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് മോദിയുടെ ആൾ കാണാൻ വരുന്നു എന്നാണ് സ്റ്റീവ് ബാനോനോട് എപ്സ്റ്റീൻ പറയുന്നത്. ഖത്തർ രാജകുടുംബാംഗമായ ജാബിർ അൽഥാനിക്കുള്ള സന്ദേശത്തിലാണ് മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ച് ഇസ്രായേൽ സന്ദർശിച്ച് ട്രംപിനെ സന്തോഷിപ്പിച്ചുവെന്ന് എപ്സ്റ്റീൻ പറയുന്നത്. ഇക്കുറി പുറത്തു വന്ന എപ്സ്റ്റീൻ ഫയലുകളിലെ ഏറ്റവും വിവാദമായ സന്ദേശവും ഇതാണ്. എപ്സ്റ്റീൻ്റെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 30 ലക്ഷത്തോളം രേഖകളിൽ മറ്റൊന്നും വിവാദമാവാതെ ഈ സന്ദേശം എന്തിനു പുറത്തു വന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നു. ട്രംപ് ഭരണകൂടം എപ്സ്റ്റീൻ ഫയലുകൾ പലതും പൂഴ്ത്തിവെച്ച് നിരുപദ്രവകരമായത് മാത്രം പുറത്തുവിടുന്നുവെന്ന് അമേരിക്കയിൽ തന്നെ വിമർശനമുയർന്നിരിക്കുകയാണ് മോദിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ സന്ദേശം പുറത്തു വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാം ഘട്ടത്തിൽ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്ന സമയമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ വഴിമുട്ടി നിന്ന സമയമാണിത്. അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് വ്യാപാര കരാർ വഴിമുട്ടി നിന്നത്. എപ്സ്റ്റീൻ ഫയലിലെ മോദി പരാമർശം പുറത്തു വന്നയുടൻ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു. നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുണ്ടായിരുന്ന 2-3% തീരുവയ്ക്ക് മേൽ ട്രംപ് ചുമത്തിയ തീരുവയായ 50%-ൽ നിന്ന് തീരുവ 18% കുറയ്ക്കുന്നു. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ തീരുവ ഒന്നുമില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ധാരണയാവുന്നു. ഇന്ത്യൻ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഈ വ്യാപാര കരാറിന് ഇന്ത്യ സമ്മതിച്ചത് എങ്ങനെയാണ്? കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇന്ത്യ അമേരിക്കയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കാത്ത നിലപാടിന് ഇപ്പോൾ മാറ്റം വന്നത് എങ്ങനെയാണ്? സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പരമ്പരാഗത നിലപാടിൽ വെള്ളം ചേർത്ത് ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറിയത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരം എപ്സ്റ്റീൻ പറയുന്നുണ്ട്. ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. നമുക്ക് എപ്സ്റ്റീനെ കുറ്റവാളി എന്ന് കരുതി അവിശ്വസിക്കാം. അപ്പോഴും എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നയുടൻ ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വ്യാപാര കരാർ സാധ്യമായത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ തീരും.